എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. വിശേഷം വരാൻ വൈകുന്നുണ്ട് കേട്ടോ, ഞാനത് ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇത്രയും നാളും നമ്മൾ കണ്ടുപോലെയല്ല, നല്ല അടിപൊളി വിശേഷമാണ്. പിങ്കിക്ക് അങ്ങനെ നല്ല 8ന്റെ പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷം. അപ്പൊ മറക്കാതെ ഫുൾ എല്ലാവരും കാണണം കേട്ടോ. ഇന്നലെ തന്നെ നന്ദ ഭയങ്കര സങ്കടത്തിലായിരുന്നു. നന്ദയ്ക്കാണെങ്കിൽ ഗൗതം പറഞ്ഞ വാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റില്ല. പിങ്കിയുടെ കഴുത്തിൽ താലി അറുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ താലി അറുത്തു മാറ്റി അതിനർത്ഥം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നന്ദ മുറിയിൽ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് പോവാണ്. ഗൗതത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗൗതം നന്ദ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഒന്നും മിണ്ടാതിരിക്കുക. അവർക്ക് എന്തു പറയണമെന്നറിയത്തില്ല. ഗൗതമിനോട് നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ എന്നാൽ പിങ്കിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇനിയിപ്പൊ ആരൊക്കെ സംസാരിച്ചാലും ഗുണമില്ല, അവളുടെ മനസ്സ് മാറാൻ പോകുന്നില്ല നന്ദ. കാരണം അറിയാലോ, അവൾ അങ്ങനത്തെ ഒരു സ്വഭാവം അവൾക്ക്. അവളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നടത്തും അവള്. അതിപ്പം അമ്മേനെ വെച്ചിട്ട് അവള് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഒരു പക്ഷെ അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അമ്മ ഇതിന്റെ ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ സമയം നന്ദ പറഞ്ഞു, ഒരു പക്ഷെ ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കില്ലേ, എനിക്കറിയില്ല നന്ദ. ഇങ്ങനെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നേ. ലക്ഷ്മിയമ്മ വെച്ചിട്ട് എന്ത് പറ്റി രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഇല്ല അമ്മയെന്ന് പറഞ്ഞ് പെട്ടെന്ന് രണ്ടുപേരും ചാടി എഴുന്നേക്കുക. പിന്നെ എന്തു പറ്റി? രണ്ടുപേരുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം അത്. എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്നു പറ. പെട്ടെന്ന് ഗൗതം മനസ്സിൽ പറയാ, അമ്മ തന്നെ ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷെ അത് അമ്മയോട് തുറന്നു പറയാൻ പറ്റില്ല. എങ്ങനെയാ പറയണേ? അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കണേ. എന്താ ഗൗതമ്മനെ, നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മേ, ഒരു പ്രശ്നമില്ല. എന്നാ ബാ രണ്ടുപേരും വന്ന് കിടക്കാൻ നോക്കിയേ. ദേ വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ, ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ കുഴപ്പം? എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഈ അമ്മയല്ലേ ഉള്ളേ, അമ്മയോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വന്നേന്നും പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ആ ലക്ഷ്മിയമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഗോവിന്ദ് നന്ദയോട് പറഞ്ഞു, കണ്ടില്ലേ ഈ അമ്മയോട് നമ്മൾ എങ്ങനെ എന്താന്നാ പറയണേ? ആ പിങ്കിയുടെ കളികൾ കാരണം ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നന്ദ പറഞ്ഞു, സാരമില്ല വിഷമിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് നേരം അങ്ങനെ പരവരാ വെളുത്തു. നന്ദ നല്ല ഉറക്കമാണ്. ഉറക്കത്തിന്റെ സമയത്ത് ഗൗതമിന്റെ ഫോൺ ബെല്ലടിക്കുന്നേ. ഗൗതം കോൾ എടുക്കുവാണ്. കോൾ എടുത്തിട്ട് ഹലോ ഒക്കെ പറഞ്ഞിട്ട് ഗൗതത്തിന് മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം വരികയാണ്. ആണോ? ആ ശരി ശരിയെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. പിന്നീട് നന്ദേനെ ഒന്ന് നോക്കി, നന്ദ നീ സുഖമായിട്ട് കിടന്നുറയ്ക്കോ, ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിങ്കിയുടെ ശല്യം ഇതോടുകൂടി അവസാനിച്ചു. നന്ദിയോട് പറയണോ എന്നോർത്ത് പെട്ടെന്നൊന്ന് വിളിക്കാൻ ശ്രമിച്ചു. വേണ്ട, പാവം നന്നായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ, ഇനിയിപ്പൊ വിളിച്ച് ശല്യം ചെയ്യണ്ട. എത്രമാത്രം വിഷമിച്ചാൽ തന്നെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ആവുകയാണ്. ഈ സമയത്ത് പിങ്കി കണ്ണാടിന് മുന്നിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരുങ്ങുവാണ്. ഇന്ന് ഗൗതമിന്റെ താലി തന്റെ കഴുത്തിൽ വീഴുന്ന ദിവസമാ. കൊള്ളാം, ഇപ്പൊ തന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ആര് കണ്ടാലും നോക്കിപ്പോവും. ഗൗതം പോലും തന്നെ ഒരു നിമിഷം നോക്കിപ്പോവും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫോൺ ബെല്ലടിച്ച് നോക്കിയപ്പോ സാന്ദ്രയാ. ആഹാ സാന്ദ്ര, എന്താ? ഓ നീ അവിടെ ഇപ്പം കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പൊക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി നീ ഇന്ന് എത്രമാത്രം ഒരുങ്ങൂന്ന്. ഇന്ന് ഗൗതമിനെ സ്വന്തമാക്കാൻ പോകുന്ന ദിവസമല്ലേ? അതേടി, പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം നിന്റെ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഗൗതം സമ്മതിച്ചെന്ന് പറഞ്ഞപ്പോ. ഗൗതം സമ്മതിച്ച കാരണം അറിയാലോ, ലക്ഷ്മി അമ്മേനെ വിചാരിച്ച് മാത്രം ഗൗതം സമ്മതിച്ചേ. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ടല്ലോ പിങ്കി, നന്ദയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? കല്യാണം കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാനാ? കല്യാണം കഴിയുമ്പോൾ ഞാനും ഗോതമ്പ് ഒരുമിച്ച് ജീവിക്കും. അപ്പൊ നന്ദയോ, അവളെ എന്ത് ചെയ്യും? അവളുടെ കഴുത്തെ കിടക്കുന്ന താലി ഊരി മാറ്റാനുള്ള പണികളൊക്കെ ഞാൻ ചെയ്യില്ലേ? പിന്നീട് അവളെ നൈസായിട്ട് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടും. പിന്നെ എന്റെ ഗോതമ്പിന്റെ ലോകമായിരിക്കും ഇവിടെ. അങ്ങനെയൊക്കെ നടന്നാ കൊള്ളാം. പിന്നെ നടക്കാതെ എങ്ങോട്ട് പോവാനാ? ഈ സമയം ഗൗതമൻ രാവിലെ എഴുന്നേറ്റിനെ റെഡിയാവുകയാണ്. അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി അങ്ങോട്ട് വന്നു. പിങ്കി വന്നിട്ട്, ആ ഗൗതം നേരത്തെ തന്നെ റെഡിയായോ? റെഡിയാവാതിരിക്കാൻ പറ്റില്ലല്ലോ പിങ്കി, അതുകൊണ്ടാ. പിങ്കി നോക്കിക്കഴിഞ്ഞപ്പം നന്ദ നല്ല ഉറക്കുക. നീ ഉറങ്ങിക്കോ, ഞാൻ ആഗ്രഹിച്ച ഗൗതത്തിനെ ഞാൻ ഗൗതത്തിനെ ഇങ്ങനെ എടുക്കോ ഇങ്ങോട്ട്. എന്റെ ഗൗതം എന്ന് പറഞ്ഞ എന്റെ സ്വത്താണ്. ഇത്രയും കാലം നീ അത് കൈവശം വെച്ചു, അത്രമാത്രം. പിന്നീട് ഗൗതത്തിനോട് പറഞ്ഞു, അതെ എന്റെ ആഗ്രഹം അറിയാലോ, ശരിക്കും പറഞ്ഞാല് നിങ്ങളെ വിഷമിപ്പിക്കണമെന്നൊന്നും ഓർത്ത് ചെയ്തതല്ല. പക്ഷെ എന്നെ അത്രമാത്രം ഗൗതത്തിനെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ. ഇനിയിപ്പൊ അതും ഇതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയണ്ട, ബാ ഇറങ്ങാന്ന് ഗൗതം പറയാണ്. പക്ഷെ ഗൗതത്തിന് ഈ ഇതൊക്കെ കണ്ടപ്പോ പിങ്കി വെച്ച്, എന്താ പറ്റി പെട്ടെന്നൊരു ചേഞ്ച്? ഒന്നുമില്ലാന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ്. ഈ സമയത്ത് നന്ദ നല്ല ഉറക്കവാ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ദേവീക്ഷേത്രത്തിന്റെ ഒരു 3-4 കിലോമീറ്റർ മുമ്പ് തന്നെ വണ്ടി നിർത്തി ഒരു പുൽമൈതാനത്തേക്ക് എല്ലുവാണ്. ഇതെന്താ ഗൗതം ഇങ്ങോട്ട് വന്നേ?
അല്ല, ക്ഷേത്രത്തിലേക്കല്ലേ പോണ്ടേ? ഇനിയുണ്ടല്ലോ കുറച്ച് ദൂരം കൂടെ. അതോ? പോകാം, ധൃതി വെക്കല്ലേ, ഇറങ്ങാൻ പറയാണ്. പിങ്കി ഇറങ്ങി. പിങ്കി പറഞ്ഞു, ഗൗതം മുഹൂർത്തം തെറ്റിപ്പോ. മുഹൂർത്തോ? ഇതിനൊക്കെ മുഹൂർത്തം ഉണ്ടോ? പിന്നെ മുഹൂർത്തം ഇല്ലാതെ ഗൗതം എന്താ വിചാരിച്ചേ? ഇത് വെറൊരു കുട്ടിക്കളിയാണോ? ഇത് കുട്ടിക്കളിയൊന്നുമല്ല, ശരിക്കും ഒരു കല്യാണം തന്നെയാ. നമ്മളൊരു വിവാഹ ജീവിതം നയിക്കാൻ പോയല്ലേ. അപ്പം നന്ദയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയോ? പിങ്കിയുടെ കഴുത്തിലുണ്ടല്ലോ ഒരു താലി. അപ്പൊ അതെന്ത് ചെയ്യും? അതിലേക്കൊരു തീരുമാനമോ? എന്റെ കഴുത്തിലെ താലി ഇന്ന് ഞാൻ ഊരി മാറ്റാൻ പോവല്ലേ. പിന്നെ നന്ദയുടെ കഴുത്തിലെ താലി അത് പെട്ടെന്ന് തന്നെ ഊരി മാറ്റാൻ പറ്റും. ഇതെല്ലാം ഈശ്വരന്റെ തീരുമാന. ഗൗതത്തിനറിയാം ഞാൻ എത്രമാത്രം ഗൗതത്തിനെ ആഗ്രഹിച്ചിരുന്ന. അപ്പൊ ഈശ്വരന്റെ ഒരു തീരുമാനമുണ്ട്, നമ്മൾ രണ്ടും ഒന്നാവണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അവസരം ഈശ്വരനായിട്ട് കൊണ്ടെത്തുന്നത്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, പിങ്കിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഈശ്വരന്മാർ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ കൂട്ടുവയ്ക്കുന്നത്? പിന്നെ അല്ലാതെ എന്റെ മനസ്സിന്റെ വിഷമം കണ്ടിട്ടാ ഈശ്വരന്മാര് കൂട്ട് എന്ന് പറയാം. എങ്കിൽ പിങ്കിക്ക് തെറ്റി. ഈശ്വരന്മാർ ഒരിക്കലും ഇനി കൂട്ടു നിൽക്കില്ല. എനിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ എന്റെ പ്രാർത്ഥനയൊക്കെ വെറുതെ ആയോന്ന്. പക്ഷെ എന്റെ പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല. കൃത്യസമയത്ത് തന്നെ ഈശ്വരന്മാർ എന്നോടൊപ്പം വന്നു. ഇന്ന് രാവിലെ ആ ഫോൺ കോളിന്റെ രൂപത്തില്. ഫോൺ കോളോ? ഇന്ന് രാവിലെ എന്നെ അരുൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അരുണോ? അതെ. ഈ സമയത്ത് പിങ്കിയുടെ ഫോൺ ബെല്ലടിക്കുന്നേ. അരുണായിരിക്കും കോൾ എടുക്കാൻ പറയണ. അങ്ങനെ അരുൺ വിളിച്ചു കഴിയുമ്പോൾ പിങ്കി സംശയിച്ച് കോൾ എടുത്തു. അല്ല, പിങ്കി എവിടെയാ? പിങ്കി ഒന്നും മിണ്ടിയില്ല. പിങ്കി എവിടെയാന്ന് ചോദിച്ചേ. പിന്നെ ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ്, പറയണ്ട കേട്ടോ എന്ന് പറയാം. ശരി, ഞാൻ ഒരാളുടെ ഫോണും കൊടുക്കാന്ന് പറയാ. ആരുടെ കയ്യില? കൊടുക്കാം. അങ്ങനെ നേരെ അരുൺ ഫോൺ കൊടുക്കുന്ന അർജുന്റെ കയ്യിലേക്കാണ്. അർജുന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് അർജുൻ ഹലോ പറഞ്ഞു. പിങ്കിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. ആരാ സംസാരിക്കണമെന്ന് ചോദിക്കാണ്. ആരാന്ന് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഇല്ല, ആരാന്ന് മനസ്സിലായില്ല. ഞാനാ, അർജുന്. ഒരു നിമിഷം തലയിൽ ഒരു കൂടം കൂടെ അടിച്ച അവസ്ഥയായി പോയി പിങ്കിക്ക്. പിങ്കിക്ക് നില തെറ്റി താൻ താഴെ വീഴുമെന്ന് തോന്നി. അതേ ഒരു അവസ്ഥയായിപ്പോയി. അർജുൻ എന്നുള്ള പേര് കേട്ടും പിന്നെ പിങ്കിയുടെ വായിക്കകത്ത് നാക്കില്ല. പിങ്കി ഒന്നും മിണ്ടായിരിക്കുക. അവിടുന്ന് അർജുൻ ഹലോ ഹലോ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയം ഗൗതം പറഞ്ഞേ, ഭർത്താവാ വിളിക്കുന്നേ, സംസാരിക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിങ്കി സംസാരിക്കാൻ കൂട്ടാക്കില്ല. പിങ്കി ഒന്നും മിണ്ടാന്നിക്കുക. അവസാനം അർജുൻ കോള് കട്ട് ചെയ്തു. അപ്പൊ അരുൺ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നും മിണ്ടിയില്ല. അവിടെ ആരാണ്ട് സംസാരിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുവാൻ തോന്നുന്നു. അതൊന്നും സംസാരിക്കാത്തേന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ വിളിച്ചുതരാം. വേണ്ട, ഇനി വിളിക്കണ്ടെന്ന് പറയാ. പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ നിന്നേ. പെട്ടെന്ന് ഗൗതം വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്ന് രാവിലെ വരെ അരുണിന്റെ കോള് വരുന്നോടം വരെ ഞാൻ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ടെൻഷനായിരുന്നു. ആ സമയത്താണ് അരുണിന്റെ കോള് വരുന്നത്. എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ? ഇനിയിപ്പൊ നിന്റെ കഴുത്ത് ഞാൻ താലി കെട്ടണമെങ്കിൽ ഒരാളുടെ സമ്മതം കൂടെ വേണം. ആരുടെയാണെന്നറിയോ? എന്റെ അനുജൻ അർജുന്റെ സമ്മതം. ആ സമ്മതം നീ ആദ്യം പോയി വാങ്ങിച്ചോണ്ട് വാ പിങ്കി. എന്നിട്ട് നിന്റെ കഴുത്ത് ഞാൻ താലി അർത്താം. നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അർജുൻ ജീവിച്ചിരിപ്പില്ലെന്നല്ലേ, ഇനി വരത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ സമാധാനമായല്ലോ നിനക്ക്. പിന്നെ ഞാൻ ഇന്നിങ്ങോട്ട് വന്ന നിന്നെപ്പോലെ ഒരുത്തിന്റെ കഴുത്തി താലി അർത്താൻ മാത്രം അധമനാ ഞാനെന്ന് നീ കരുതിയോ? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പം ഞാൻ അത്ര അധപതിച്ച് പോയിട്ടൊന്നും ഇല്ല പിങ്കി. അങ്ങനെ എന്തേലും എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനില്ല, ഈ ഗൗതം ഇല്ല ഈ ഭൂമിയില്. ആ നിനക്കറിയാവോ? പക്ഷെ അതൊക്കെ അറിയാൻ നീ വളരെ വൈകി. ഇനിയിപ്പൊ സമാധാനമല്ല നിനക്ക്. അർജുൻ വരും. അർജുൻ വരട്ടെ, കാര്യമൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയാം. പിന്നെ നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ നന്നായിട്ട് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പം ശരിയായിട്ടുള്ള ബോധത്തിലേക്ക് വന്നിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ. ഇവിടെ ഒന്ന് ആലോചിച്ചോളാൻ പറയാം എന്നും പറഞ്ഞ് ഗൗതം കാറെ കയറിയും കൂടെ പോവാ. സംബന്ധമല്ല തെറ്റിയ പോലെ പിങ്കി അങ്ങോട്ട് നിൽക്കുകയാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. തടിയേറ്റ പോലെ പോയി. പിന്നീട് ഗൗതം വീട്ടിലേക്ക് വരുവാണ്. ഗൗതം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നന്ദയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. നന്ദ പറഞ്ഞു, ഗൗതം സാറിന് അറിയോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദന. ഗൗതം സാറിനെ ഇവിടെ കാണാത്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു പിങ്കിയോടൊപ്പം പോയി കാണുന്നു. പക്ഷെ അവളുടെ താലി ചാർത്തുന്നതെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാലും എൻ്റെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുക. എൻ്റെ എന്നല്ല, ഏതൊരു പെണ്ണിന്റെ മനസ്സും ആ സമയത്ത് ഉരുകും. അത്രമാത്രം വേദന അനുഭവിക്കും. മുള്ളു കുത്തിയിറക്കാൻ വേദന കടിച്ചു പിടിച്ചാൻ ഇവിടെ ഇരിക്കുമായിരുന്നു ഈ സമയം വരെ. ഇതാ എന്റെ പ്രാർത്ഥന ഈശ്വരന്മാരെ കേട്ടു. അല്ലെങ്കിലും നമ്മൾ മനോരി പ്രാർത്ഥിച്ച കേൾക്കാതിരിക്കാനായിട്ട് ഈശ്വരന്മാർക്ക് പറ്റില്ലല്ലോ. പിന്നീട് നന്ദയെ ചേർത്ത് പിടിക്കാണ്. ഇപ്പൊ സമാധാനമായല്ലോ. പക്ഷെ നന്ദ പറഞ്ഞു, പിങ്കി അവളങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ? അർജുൻ വരട്ടെ. കൃത്യം ആ സമയത്ത് തന്നെ അരുണിന്റെ കോള് വന്നേ. അരുണിന്റെ കോള് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനാകെ തകർന്നു പോയനം നന്ദ. ഇനിയിപ്പം അവളിങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ല. കാരണം അർജുൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞിട്ടല്ലേ അവളുടെ ഈ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നേ. അവൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഇനി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം.
പെട്ടെന്ന് നന്ദ പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് സ്വസ്ഥയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഗൗതം പറഞ്ഞു അത് പറഞ്ഞ് ശരിയാ. പക്ഷെ എന്ത് ചെയ്യും, അതൊക്കെ വരട്ടെ, നമുക്ക് അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാക്കാൻ നന്ദ പറയണം. ഈ സമയം വീട്ടിലേക്ക് കയറി വന്നു. സ്വന്തം മുറിയിലേക്ക് വന്ന പിങ്കി കയറുന്ന പേഴ്സൊക്കെ വലിച്ചെറിയുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തന്റെ വിഡ്ഢി വേഷം കെട്ടിക്കാൻ കൊണ്ടുപോയത് അഗൗതം എല്ലാം അറിഞ്ഞിട്ട് തന്നെ. അപ്പൊ ഇതാ അവരൊരു പണി തന്നെ കൊടുക്കണം. നന്ദ എല്ലാം നന്ദയെ കാരണക്കാരി. അവള് ഗൗതത്തിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തനിക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കായിരുന്നു. ഇനി തന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും താൻ വെറുതെ വിടാൻ പോകുന്നില്ല. നന്ദയ്ക്കിട്ടൊരു പണി കൊടുത്തിട്ടുള്ള കാര്യം, നന്ദനെ ഈ വീട്ടിൽ നിന്ന് ആദ്യം തന്നെ ഇറക്കി വരണം. അതിനുള്ള ഏക മാർഗം ലക്ഷ്മിയമ്മയാണ്. എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കണ താൻ അടങ്ങിയിരിക്കുന്നോർത്ത അവരിയ്ക്കുന്നത്. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും കാലം ലക്ഷ്മിയമ്മേനെ നന്ദ ചതിക്കുമായിരുന്നു. ലക്ഷ്മിയമ്മേനെ ചതിച്ച് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പാർപ്പിച്ച നന്ദയാന്നുള്ള കാര്യം ലക്ഷ്മിയമ്മയോട് പോയി പറയണം. എന്നിട്ട് ലക്ഷ്മിയമ്മയെ കൊണ്ട് തന്നെ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കണം നന്ദേനെ. അതാണ് ഇനി ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ പിങ്കി എന്ത് ചെയ്യോ, കഥയൊക്കെ തുറന്ന് നേരെ ലക്ഷ്മിയമ്മയുടെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഒന്ന് ചെന്നിട്ട് അങ്ങോട്ട് കഥയിൽ അങ്ങോട്ട് മുട്ടുവാണ്. ലക്ഷ്മിയമ്മ കഥ തുറന്നില്ല. പിന്നും മുട്ടി. അപ്പോഴും കഥ തുറന്നില്ല. പിന്നെ ദേഷ്യപ്പെട്ട് 2-3 മുട്ടും കൂടെ മുട്ടുവാണ്. അപ്പൊ ലക്ഷ്മിയമ്മ ഉറക്കത്തേന്ന് ഇങ്ങനെ കണ്ണൊക്കെ തുറന്നൊന്ന് കണ്ണടയൊക്കെ മുഖത്ത് നേരെ വെച്ച് ചോദിച്ചു, ഇതെന്താ പിങ്കി, ഒരു മാനേഴ്സ് അല്ലേ വന്ന് കഥയെ മുട്ടുന്നതെന്ന്? ഒരു തവണ മുട്ടിയാ പോരെ, ഇങ്ങനെ തെരുതെരുന്ന് മുട്ടി മനുഷ്യനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. നിനക്ക് എന്താന്ന് ചോദിക്കുക. ലക്ഷ്മിയമ്മയ്ക്കറിയാവോ, ഇവിടെ എല്ലാരും കൂടി ലക്ഷ്മിയമ്മേനെ ചതിച്ചോണ്ടിരിക്കുക. എന്ത്? അത് ലക്ഷ്മിയമ്മയ്ക്ക് അറിയത്തില്ല, ഞാൻ പറയാന്നും പറഞ്ഞ് പിങ്കി നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ വരെ നമ്മൾ കണ്ടേ. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അതിനു മുമ്പ് എങ്ങാനും അർജുൻ വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഈ പിങ്കി എല്ലാം കൂടെ കുളമാക്കുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട്. ഇനിയിപ്പൊ എന്തൊക്കെ കുളമാക്കിന്ന് പറഞ്ഞാലും നന്ദയുടെ ഗൗതത്തിനും ജീവിതം തകരില്ല. അതോടൊപ്പം തന്നെ ലക്ഷ്മിയമ്മയുടെ ഇന്ത്യവരത്തിലേക്ക് അരുന്ധതിയും അനസൂയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്ന വിശേഷങ്ങളെല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ പിങ്കിക്കിട്ട് കനത്ത തിരിച്ചടി കിട്ടി. ഇനി അടുത്ത അടി കിട്ടാൻ പോകുന്നുള്ളൂ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.